ഫേസ്ബുക്ക് മോണറ്റൈസേഷൻ പാർട്ട് 2. ഫേസ്ബുക്ക് അക്കൗണ്ട് മോണറ്റൈസ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് മെസ്സേജ് DM ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ ആണിത്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പ്രൊഫൈലിൽ കയറിയിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും താഴെയായിട്ട് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫേസ്ബുക്ക് കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ഓപ്പൺ ആക്കി തരും. അതിനകത്തോട്ട് നമ്മൾ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പബ്ലിക് ആയിട്ട് കണ്ടാൽ മാത്രമാണ് നമ്മൾ അക്കൗണ്ട് മോണിറ്റൈസ് ആകുന്നത്. അതുകൊണ്ട് പബ്ലിക് സെലക്ട് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഒരു കൺഫർമേഷൻ പേജ് വരും, കൺഫർമേഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ കാറ്റഗറി ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ പേഴ്സണൽ ബ്ലോഗ് ആണോ, ബ്യൂട്ടി വ്ളോഗ് ആണോ, കുക്കിംഗ് വ്ളോഗ് ആണോ, എന്റർടൈൻമെന്റ് ആണോ, അങ്ങനെ കുറച്ച് നമ്മളുടെ കാറ്റഗറീസ് സെലക്ട് ചെയ്തതിന് കൊടുത്താൽ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഗോ ടു യുവർ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് മാറിക്കഴിയും. പിന്നീട് നമ്മൾ ഡാഷ്ബോർഡിൽ കയറി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ ഒരുപാട് ടാസ്കുകളൊക്കെ ഫേസ്ബുക്ക് തരും. അത് നമ്മൾ വീക്കിലി കംപ്ലീറ്റ് ചെയ്യും. ഈ സെറ്റിംഗ്സ് ആക്കിയതിനു ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസോ ഫോട്ടോസോ സ്റ്റോറീസോ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻ ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം, നമ്മളുടെ ഓൺ കണ്ടന്റ് ആയിരിക്കണം. അപ്പൊ എന്താണ് ഈ ഒറിജിനൽ കണ്ടന്റ്, ഓൺ കണ്ടന്റ് എന്നൊക്കെ പറയുന്നത്? നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന വീഡിയോസും നമ്മളുടെ സൗണ്ട് ഉപയോഗിച്ചെടുക്കുന്ന വീഡിയോസും ഒക്കെ ആയിരിക്കണം. അതല്ലെങ്കിൽ കോപ്പി റൈറ്റ്സ് ഉള്ള മ്യൂസിക്, ക്യാപ്കട്ട് പോലത്തുള്ള ഒരുപാട് എഡിറ്റിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. ആ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ അലൗഡ് ആയിട്ടുള്ള മ്യൂസിക്കുകളുണ്ട്, അത് ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അല്ലാതെ വീഡിയോസിൽ ആഡ് ചെയ്യുന്ന ഫിലിം സോങ്സ് ഒക്കെ കോപ്പി റൈറ്റ് അടിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളുടെ ഓൺ വോയിസിൽ കണ്ടന്റുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഡെയിലി ഞാൻ പറഞ്ഞ പോലെ വീഡിയോസോ പോസ്റ്റുകളോ സ്റ്റോറീസോ ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പോയിന്റിൽ വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ട് മോണറ്റൈസ് ആവും. മോണറ്റൈസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വന്നു തുടങ്ങുകയും ചെയ്യും. അപ്പൊ ഇത് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് പൈസ ഏൺ ചെയ്ത് തുടങ്ങുക.